4 കാര്യങ്ങൾ ചെയ്യണം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ്. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ആയിഷ ബീവിയോട് ഈ ലോകത്തുനിന്ന് വിട പറയുന്നതിന് മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തതായ വർത്തമാനമാണിത്. 4 കാര്യങ്ങൾ ചെയ്യാതെ ആയിഷ നീ ഉറങ്ങരുതേ സയ്യിദുനാ റസൂലുള്ളാഹി. അതിലൊന്ന് വിശുദ്ധമായ ഖുർആൻ ഖത്മ തീർക്കലാണ്. രണ്ടാമത്തത് എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും പൊരുത്തം വാങ്ങലാണ്. മൂന്നാമത്തത് ലോകത്തുള്ള സർവ്വ വിശ്വാസിനികളുടെയും പൊരുത്തം വാങ്ങലാണ്. നാലാമത്തത് എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കലാണ്. ഈ 4 കാര്യങ്ങൾ ഒരേ ദിവസം തന്നെ ചെയ്യുക അസംഭവ്യമാണ്. അല്ലേ ഹക്കീം സാഹിബേ? തിരുവേഗപ്പുറം അല്ലേ? ഇത് ഒറ്റയ്ക്ക് പോയിരിക്കുന്നു, കുട്ടികളുണ്ട്. 4 കാര്യങ്ങൾ കൂടി ഒരുമിച്ച് ചെയ്യൽ വളരെ പ്രയാസമാണ്. കാരണം ഹജ്ജ് ഉംറ എന്ന് പറയുന്നത് അതിനൊരു ടൈമുണ്ട് അല്ലേ? ലോകത്തുള്ള സർവ്വ അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും 1,24,000 പേർ, അതിൽ 313 റസൂലുകൾക്കും നീ ഗുണം ചെയ്യണേ അല്ലാ, നീ ഗുണം ചെയ്യണേ അല്ലാ. ഈ ഒരു സ്വലാത്ത് നീ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളുടെ പൊരുത്തം മുഴുവനും ആയിഷ നീ ലഭിച്ചവളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എങ്ങനെയാണ് ചെല്ലേണ്ടത് സഹോദര? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. ഇന്ന് മുതൽ ഇത് ചൊല്ലാതെ ഒരു സഹോദരിയും ഉറങ്ങാൻ പാടില്ല. രണ്ടത്താണിയിലെ ചന്തപ്പറമ്പിലെ ഒരു ഉമ്മയും ഇത് ഓതാതെ ഇനി ഉറങ്ങാൻ പാടില്ല. ഇനി മരിക്കുന്നത് വരെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അനിവാര്യമായി അടയാളപ്പെടുത്തേണ്ട അമല സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതാതെ പൊന്നുമോനെ നീ കടന്നുറങ്ങരുതേ. ഭക്ഷണം കഴിച്ചിട്ട് കടക്കയിലേക്ക് പോകുന്ന മകളോട് ഉമ്മ ചോദിക്കണം, നീ ഓതിയിട്ടുണ്ടോ? ഉസ്താദ് സൂചിപ്പിച്ചതാകുന്ന കാര്യം നീ ശ്രദ്ധിച്ചായിരുന്നു? സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതുമോനെ. ആ സ്വലാത്തൊന്ന് ചൊല്ലുമോനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. ആയിഷ ഉമ്മ പറയുന്നു, ഞാൻ എന്റെ ജീവിതം മുഴുവനും പിന്നീട് നിത്യമാക്കിയ അമലാണ്. തീർന്നില്ല നബിയേ, ലോകത്തുള്ള സർവ്വ വിശ്വാസിനികളുടെയും പൊരുത്തം കിട്ടുന്നത് എങ്ങനെയാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുകയാണ് ആയിഷ, നീ ഒരൊറ്റ ദുആ ചെയ്താൽ മതി. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് കേൾക്കുന്നതായ ദുആ അല്ലയോ സഹോദര? കേൾക്കുന്ന പ്രാർത്ഥനയല്ലയോ ഉപ്പ? ഹൃദയത്തിൽ അടയാളപ്പെടുത്തേണ്ട ദുആ ആണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വ വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ നാഥാ. ഈ ദുആ ഒരു പ്രാവശ്യം ചെയ്യുന്നതോടുകൂടി ലോകത്തുള്ള സർവ്വ വിശ്വാസിനികളുടെയും പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. 4ാമത്തെ കാര്യം ആയിഷ ഉമ്മ ചോദിക്കുകയാണ്, നബിയേ എല്ലാ ദിവസവും എങ്ങനെയാണ് ഹജ്ജും ഉംറയും സാധിക്കുക റസൂലേ? ഒന്ന് പറഞ്ഞു തരണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ആയിഷ ഉമ്മയോട് പറയുകയാണ്, എല്ലാ ദിവസവും നീ ഒരു ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി ആയിഷ. ഏതെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ഒരു ദിക്ർ നിന്റെ ജീവിതത്തിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നീ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം നിനക്ക് ലഭിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ പഠിച്ചവരെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ഇപ്പൊ നിർത്താം. 4 കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി കൈ ഉയർത്താൻ പറഞ്ഞ ചിലപ്പോൾ താക്കും അല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് മുതൽ മുടങ്ങണ്ട. എല്ലാ ദിവസവും വാപ്പ ഉമ്മ മക്കള് കുടുംബാദികളൊക്കെ അതങ്ങോട്ട് നിത്യയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? ജീവിതത്തിൽ ഒരു പണിയില്ലാത്ത, ഒന്നും ഓതാത്ത, ഖുർആൻ ഓതാത്ത, ദിക്ർ ചെല്ലാത്ത, നമസ്കരിക്കാത്ത ഒരു പെണ്ണിനോടാണെങ്കിൽ ഓക്കെ.
ഇതെല്ലാം ചെയ്യുന്ന കൃത്യമായി ചെയ്യുന്ന ഭാര്യയാകുന്ന ആയിഷ ഉമ്മയോട് പറയാൻ റളിയല്ലാഹു അൻഹ അവരോട് പറയാ, നമുക്കിത് കേൾക്കുമ്പോ നിസ്സാരം, 3 കൊല്ലമുള്ളാടെ കാര്യം വലിയ കാര്യമായിട്ട് കൊണ്ട് നീട്ടിപ്പിടിച്ച് കുറെ നേരം കൊണ്ട് പറയാം, അങ്ങനെയല്ലേ കരുതിയത്, മനസ്സിലങ്ങനെ കരുതിയില്ലായിരുന്നു. എന്നെ ഞാൻ പറഞ്ഞു, ഇത് ആരോടെ പറഞ്ഞെന്ന് ചിന്തിക്കണം. ആയിഷ ഉമ്മയോടാണ് ഇത് പറഞ്ഞത്. പറഞ്ഞ അമൽ ചെയ്യാത്തവരല്ല, ഈ ദിക്റൊന്നും അറിയാത്തവരല്ല, ഈ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം അറിയാത്തൊന്നും ആളൊന്നുമല്ല, ഇതൊന്നും ഖുർആൻ തോന്നാത്തവരുമല്ല, ഇതൊക്കെ കൃത്യമായി അമൽ ചെയ്യുന്നവരാ. എന്നിരുന്നാലും ഇത് ചെയ്യണേ എന്ന് പഠിപ്പിച്ചു. എന്തിനാ? ഇത് ആർക്ക് ചെയ്യാനാ? ഈ ഉമ്മത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ. കാരണം ഖുർആൻ വീട്ടിലുണ്ട്, മാഷാ അല്ലാഹ്, ഇന്നുവരെ ഓതിയിട്ടില്ല അങ്ങനത്തെ ടീമുകളെ. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഖുർആൻ ഇല്ലാത്ത വീടുകൾ തന്നെ ഇന്ന് സമൂഹത്തിൽ ധാരാളമാണ്. ഖുർആൻ ഇല്ല, ഇങ്ങനത്തെ വീടുകളുണ്ട്. അള്ളാഹു ആക്കട്ടെ. ഖുർആൻ ഉണ്ടായിട്ട് കാര്യമില്ല, അത് ഓതുന്നവരും ആകണം. അള്ളാഹു കബൂലാക്കട്ടെ. ഇന്ന് ഞാൻ താമസിച്ച വീട്ടിൽ മാഷാ അല്ലാഹ് ഓരോ റൂമിലും 2 ഖുർആൻ വീതമാണ്. സക്കരിയ സാഹിബിന്റെ വീട്ടിൽ ജംഷാദിന്റെ ജ്യേഷ്ഠൻ അറിയില്ലേ, സക്കരിയ സാഹിബ് ഉപ്പറ വീട്ടില് ഓരോ റൂമിലും ബെഡ്റൂമിലുണ്ട് ഖുർആൻ. ഓതുന്നവരാണെന്നുള്ളതിന് തെളിവാണെന്ന്. അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ രാവിലെ സുബഹി കഴിഞ്ഞിട്ട് ഇച്ചിരി കടന്നത്, ഞാൻ 3 മണിക്ക് എത്തി കോഴിക്കോട്. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ കൊടുക്കേണ്ടുന്നതായ സ്നേഹം, നിങ്ങളുടെ മക്കൾക്ക് നൽകേണ്ടുന്നതായ അദബ്, ഗുരുത്വം റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തത് ഹൃദയത്തിൽ ഉറപ്പെടുത്തി. മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമായത് എന്താണ്? എന്ത് പഠിപ്പിക്കല? മുഹമ്മദ് റസൂലുള്ളാഹി. നമുക്കൊരു നബിയുണ്ട്, ആ നബിയുടെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ജനിച്ചു, മക്കയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്. മദീനയിൽ വഫാത്തായി, അവിടെ തന്നെയാണ് ഖബർ സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി മക്കളുടെ ഹൃദയത്തിൽ ഇതാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് ഇതാ കൊടുക്കണ്ട. കുട്ടികൾ വലുതാകുമ്പോൾ അത്യാവശ്യം വകതിരി വെത്തണം, അല്ലാതെ ജനിച്ച നമ്മുടെ നബി മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പാട്ട് പാടി കൊടുക്കുക, റസൂലുള്ളാഹിന്റെ നല്ല മദ്ഹ് ചൊല്ലി കൊടുക്കുക. ഇത് ചൊല്ലിക്കൊടുത്താൽ ഉറങ്ങാത്ത മക്കളാരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് കീർത്തനങ്ങളാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി വേണം മക്കളെ ഉറക്കാൻ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ഇരട്ടിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തേണ്ട 3 കാര്യങ്ങളിൽ ഒന്ന് എന്നോടുള്ള മഹബ്ബത്താണ്. തീർന്നില്ല വഹുബ്ബി അഹ്ലി ബൈതിഹി, എന്റെ കുടുംബത്തോടുള്ള മഹബ്ബത്താണ്. ആലുൻ നബി കൊടുക്കണം. റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. നിന്റെ ഖബറിന്റെ രക്ഷയാണ്, നിന്റെ ആഖിറത്തിന്റെ രക്ഷയാണ്. എല്ലാ സ്ഥലത്തും നിനക്ക് രക്ഷയുടെ കവാടമായി നിന്നിലേക്ക് കടന്നു വരുന്നത് ഒന്നുള്ളൂ, അത് കലാമാണ്, അല്ലാഹുവിന്റെ കലാമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നർ റജുല യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു. ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകാൻ വേണ്ടി ഇതാ മനുഷ്യരിതാ ഖബറിൽ എഴുന്നേൽക്കുമ്പോ അവന്റെ കൂട്ടുകാരൻ അവന്റെ മുന്നിൽ കാണിക്കപ്പെടുകയാണ്, അവന്റെ കൂട്ടുകാരനെ അവന്റെ മുന്നിൽ കാണിക്കപ്പെടുകയാണ്. ഫയുഖാലു, അവനോട് പറയപ്പെടുമത്രേ, ഹൽ താരിഫുനി. ആ വന്ന മനുഷ്യൻ ഖബറാളിയോട് പറയുകയാണ്, നിനക്കെന്നെ അറിയില്ലയോ, പരിചയമില്ലയോ? ഫയഖൂലു, അവനെ പറയുകയാണ്, ലാ അദ്രി, എനിക്കറിയില്ല. ഖബറിൽ കിടക്കുന്ന മനുഷ്യന് പറയുകയാണ്, മാ അരിഫു, എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. ഉടനെ വന്ന മനുഷ്യൻ വീണ്ടും ചോദിക്കുകയാണ്, നല്ല വസ്ത്രം ധരിച്ച മനുഷ്യനാണ്, പൂവുള്ള വസ്ത്രം ധരിച്ച മനുഷ്യനാണ്, തലപ്പാവുധാരിയായ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ മനുഷ്യൻ വീണ്ടും ചോദിക്കുകയാണ്, ഹൽ താരിഫുനി, നിനക്കെന്നെ മനസ്സിലായില്ലയോ? ഒന്ന് സൂക്ഷിച്ചു നോക്കുമോനെ, നിനക്കെന്നെ മനസ്സിലായില്ലയോ? ഫയഖൂലു, അവൻ വീണ്ടും പറയുകയാണ്, ലാ അരിഫു, എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. ആരാണ് നീ, ഏതാണ് നീ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ,
അന സാഹിബുകൽ ഖുർആൻ അല്ലദീ അൽമഉതുക ഫിൽ ഹവാജിർ വഅസ്ഹറത ലൈലക. പാതിരാത്രി സമയം ഉറക്കമൊഴിച്ചുകൊണ്ട് നീ ഓതി തീർത്തതായ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ. നിനക്ക് ഷഫിയായി, നിനക്ക് തുണയായി, നിനക്ക് രക്ഷകനായി, നിനക്ക് രക്ഷയുടെ കവാടമായി നിന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളാണ് ഞാൻ. നീ പേടിക്കണ്ട കേട്ടോ, നിന്നോടൊപ്പം ഞാനുണ്ട് കേട്ടോ. മഹ്ശറിലെ കൂട്ടാളിയായ അവനോടൊപ്പം ഇതാ ഖുർആൻ നിലകൊള്ളവയാണ്. അന സാഹിബുകൽ ഖുർആൻ. ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ വെടിയാളം കേട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന മനുഷ്യന്റെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാണ്, ഞാനാണ് നിന്റെ കൂട്ടുകാരനായ ഖുർആൻ. അല്ലദീ അൽമഉതുക ഫിൽ ഹവാജിർ. പാതിരാത്രി സമയത്ത് നിശയുടെ നിശീലതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ബാത്റൂമിൽ പോയി ഇതാ മനോഹരമായ രീതിയിൽ ഒതുവെടുത്തുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തി ഒതുവെടുത്തുകൊണ്ട് 2 റക്അത്ത് ഖിബ്ലക്ക് അഭിമുഖമായി മുസല്ല വിരിച്ച് നമസ്കരിച്ചിട്ട് നീ വെറിന്റെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് ഓതിത്തീർത്ത ഖുർആനില്ലയോ, കാണാതെ പഠിച്ച സൂക്തങ്ങളെ പാതിരാത്രി സമയത്ത് ഓതിയതാകുന്ന വിശുദ്ധ ഖുർആനില്ലയോ, ചെറിയ വെളിച്ചത്തിൽ മിന്നൽ വെളിച്ചത്തിൽ വിശുദ്ധമായ ഖുർആൻ നീ ഓതിത്തീർത്തവനല്ലയോ. നിന്റെ കൂട്ടുകാരനാണ് ഞാൻ. നീ പേടിക്കേണ്ട കേട്ടോ, പേടിക്കേണ്ട കേട്ടോ. നിന്റെ മഹ്ശറയിൽ തുണയുണ്ട് ഞാൻ, സിറാത്ത് പാലത്തിൽ തുണയുണ്ട് ഞാൻ, മീസാൻ എന്ന ത്രാസിൽ തുണയുണ്ട് ഞാൻ. നിന്റെ വലതു കൈയിൽ ഏട് നൽകപ്പെടുന്നത് വരെ, നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ നിനക്ക് ഞാൻ തുണയുണ്ട് എന്ന് ആ ഖുർആൻ പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. അങ്ങനെ നിനക്ക് രക്ഷകനായി കടന്നു വരണോ, നീ ഖുർആൻ പഠിക്കണേ, പഠിക്കണേ. ഖുർആൻ നിന്റെ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയാൽ, നിന്റെ ഒരു മകനെ ഹാഫിളാക്കിയാൽ, നിന്റെ ഒരു മകനെ ആലിമാക്കിയാൽ, അല്ലാഹു ആരാണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി നിന്റെ പ്രിയപ്പെട്ട മകനെ നീ നിയ്യത്ത് വെച്ചാൽ, ആ മകനെ പഠിച്ച് വലുതായി കഴിഞ്ഞാൽ അവരിതാ സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. ഹാഫിളീങ്ങളാകുന്ന മക്കൾക്ക് 10 പേര് ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് കടത്താനുള്ള കഴിവുണ്ടത്രേ. ആലിമായ മനുഷ്യന് 40 പേര് സ്വർഗത്തിൽ ശുപാർശ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കടത്താൻ അല്ലാഹു അനുവാദം നൽകുമത്രേ. അതാ ത്തിലേക്ക് കടക്കുന്നതായ മനുഷ്യൻ അവരിതാ ചോദിക്കുകയാണ്, ഇത് ഞാൻ പഠിച്ചത്, ഞാൻ ഓതിയത്, ഞാൻ രാത്രിയുടെ സാഹി പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. നബിയേ, നബിയേ, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞ തുടക്കം മുതൽ അവസാനം വേറൊരു മഹത്താണ്. ഹജ്ജ് ഉംറ ചെയ്യുന്നതിന് ദിക്ർ പറഞ്ഞു തന്നു. ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പൈസയുള്ള ആര്യാര് രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ കലാമാണത്. ഞാൻ ചോദിക്കട്ടെ, വളരെ സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, വയസ്സ് എത്രയായി? നിങ്ങളുടെ ഓരോരുത്തരുടെയും വയസ്സൊന്ന് മനസ്സിൽ കൊണ്ടുപോകുക. അവനവന്റെ വയസ്സ്, സ്വന്തം വയസ്സൊന്ന് മനസ്സിൽ കൊണ്ടുവരും. നാട്ടുകാരോടും സ്ത്രീകളും ഒക്കെ ചോദിക്കുമ്പോൾ വയസ്സ് കുറച്ച് പറയുന്നവരുണ്ട്. ഇപ്പൊ അതൊക്കെ പോട്ടെ, യഥാർത്ഥ വയസ്സ് മൈൻഡിൽ കൊണ്ടുപോവാ, ഒറിജിനൽ വയസ്സ്. എന്നിട്ടൊന്ന് ചിന്തിക്ക്. ഇനി കുടിയിരിക്കലെന്ന്, കുടിയിരിക്കലെന്നല്ലേ ഇവിടെ പറയാ, ആലുകാച്ചോ എന്താ പറയാ, കുറ്റൂസ്. ചില ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട്, കുറ്റൂസ്. നമ്മുടെ മലപ്പുറത്ത് തന്നെ. ഇവിടെ എന്താ പറയാ, അല്ലേ? അതിന് അപ്പൊ തീ കത്തിക്കൂലേ, ആ സമയത്ത് ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിയാല് ആ വീട്ടിൽ ഖിയാമത്ത് നാൾ വരെ ദാരിദ്ര്യം ഉണ്ടാവൂല. പെര കൂടിപ്പോയല്ലോ സാറേ, എപ്പോഴാണ് പറയുന്നത്? നാളെ രാവിലെ തന്നെ അടുപ്പ് കത്തിക്കുമ്പോൾ ബിസ്മില്ലാഹ് അങ്ങോട്ട് ഓതിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശുദ്ധി വേണം സ്ത്രീകൾക്ക്. ശുദ്ധി ഇല്ലെങ്കിൽ കാകയെ വിളിക്കണം, വാ അയവാനെ ഓത്, ഇതൊന്നും റാഹത്താകട്ടെ, ദാരിദ്ര്യം ഇല്ലാതെ പോട്ടെ. 3 പ്രാവശ്യം എന്ത് വേണം? സൂറത്ത് ഖുറൈശ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒക്കെ ചെയ്തു നോക്കണം. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ പേരാണ് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഭക്ഷണം എന്ത് കഴിക്കുമ്പോഴും സൂറത്ത് ഖുറൈശ് ഓതിയിട്ട് അല്ലാഹ് ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ഭയങ്കര റാഹത്തായിരിക്കും. എരിവും പുളിയൊക്കെ കറക്റ്റ് ആയിരിക്കും. എരിവ് കൂടിയെന്ന് പറഞ്ഞ് ഭാര്യയുടെ തലയിലോട്ടെടുത്ത് ഒഴിക്കുന്നവരുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് ജോളിയുടെ മുഖം ഒന്ന് ഓർത്താൽ മതി, മനസ്സ് വല്ലാത്ത റാഹത്തായിരിക്കും.
കാരണം ഒന്നും കലക്കി തരാതെ നമ്മൾ ഇതുവരെ കാത്ത് സംരക്ഷിച്ചല്ലോ നമ്മുടെ ഭാര്യമാർ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഈ എത്ര പ്രാവശ്യം ഉപ്പ് കുറഞ്ഞു പോയി, എരിവ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറെടുത്തവരെ തലക്കടിച്ചിട്ടുണ്ട്, പാത്രം എടുത്തിട്ട് ഉടച്ചിട്ടുണ്ട്, വലിയ പരിപാടി കാണിച്ചിട്ടുണ്ട്, കലാപരിപാടി. ഇയാളെ ശല്യം തീർത്തേക്കാം എന്ന് കരുതി സൈനൈഡ് കലക്കിയോ? ഇല്ല. ഒന്നുമില്ലേലും ഇയാളെ വയറൊന്ന് ഇളക്കി വിട്ടേക്കാം, വിമ്മ് കലക്കിയിട്ട് കേൾക്കാം, ഇച്ചിരി പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കുടിച്ചോ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ല. അവരുടെ സ്നേഹം നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, ഇതുപോലെയുള്ള സാധനങ്ങൾ ലോകത്ത് വന്നപ്പോഴാണ്. അല്ലേ? തിരിച്ചറിഞ്ഞായിരുന്നോ? അറിയാത്തവരൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യയും സമ്മതിക്കുന്ന പൊന്നുമോളാണ്, 10 വയസ്സുള്ള പൊന്നുമോളാണ്. എന്തിനാ ട്രോഫി? റബ്ബ് പോയപ്പോ ചെല്ലിയതല്ല, പള്ളികൾ പോയില്ലേ? അങ്ങനെയാണ്. പള്ളിയിൽ ഒരു കൊട്ട വെച്ചിരിക്കുക, എന്നിട്ട് അതിനകത്ത് ഇറച്ച് തൊപ്പി, ഭയങ്കര സംഭാവന ചെയ്യുക. നാളെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഷർട്ടും ഉടുപ്പൊന്നും ഇടണ്ട, പള്ളിയിൽ വരിക, കഴുകുക, പള്ളിയുടെ ഹജിയിൽ കുളിക്കുക, പാട്ടൊക്കെ പാടി പള്ളി വന്നിട്ട് കുളി നടക്കുക. ലോകം ഇതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തിരുസുന്നത്തില്ലെന്ന് മാത്രമല്ല, അത് ജീവിതത്തിൽ ഒന്നുമില്ല, എല്ലാം ഹറാമായ ശൈലിയിലേക്ക് പോകാം. എടുക്കുന്ന ഒന്നുപോലും ഹറാമായ ലോകത്തിലേക്ക് പോകുന്നു. വീട്ടിൽ നിന്ന് കുളിപ്പിക്കുന്ന അള്ളാഹുവിനെ പോലെ നല്ല ുകൊണ്ട് പറയുന്ന സഹോദരങ്ങൾ ആരാണ്? അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്നിറങ്ങി വന്ന് നിൽക്കണം ഇൻഷാ അല്ലാഹ് സംഘാടകർ. അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ടെന്ന് പറയുമ്പോൾ പിന്നെ നോക്കണം. നിങ്ങൾ നോക്കണ്ട. നീ മരിക്കേണ്ടവരാണ്. 30, 40, 50, 60 വയസ്സ് കഴിഞ്ഞ ഉമ്മ, നീ മരിക്കാൻ അടുത്തു നിൽക്കുകയാണ്. നിന്നിലേക്ക് ഇതാ മരണം ഇതാ അടുത്തിരിക്കുകയാണ്. നിന്റെ തൊട്ടുപിറകിൽ മരണമുണ്ട്. നിന്റെ വലത് ഭാഗത്തുണ്ട്, നിന്റെ ഇടത് ഭാഗത്തുണ്ട്, നിന്റെ പിറകിലുണ്ട്, നിന്റെ മുന്നിലുണ്ട്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരാളഹസ്തങ്ങളിൽ പിടിമുറുക്കാൻ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ മരണാസന്ന വേളയിൽ അല്ലാഹുവേ വിളിച്ചു പറയുന്ന പോലെ, അല്ലാഹുവേ പടച്ചറപ്പേ, എന്നെ ഒന്ന് തിരിച്ചയക്കണേ അല്ലാ. അഖ്റിനി ഫസദ്ദഖ, ഞാനൊരു സദഖ ചെയ്തിട്ട് വരാമല്ലാ. ഈ ദുനിയാവിൽ സദഖ ചെയ്യാതെ മരണപ്പെട്ട ആളുകൾ ഈ ദുനിയാവിൽ അല്ലാഹുവിന് വേണ്ടി, അവന്റെ പരിശുദ്ധമായ പള്ളിക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സദഖ ചോദിക്കുമ്പോൾ കൊടുക്കാതെ പിടിച്ചു വച്ചവരെ അവസാനം മരണാശയിൽ കടക്കുന്ന സമയത്ത് അവൻ വിളിച്ചു പറയുകയാണ്, അല്ലാ എന്നെ ഒന്ന് പിന്തിക്കണേ റബ്ബേ, ഞാനൊന്ന് സദഖ ചെയ്തിട്ട് വരാമല്ലാ. നിസ്കരിക്കാമെന്നല്ല പറയുന്നത്, നോമ്പ് പിടിച്ചിട്ട് വരാമെന്നല്ല, സകാത്ത് കൊടുത്തിട്ട് വരാമെന്നല്ല. കാരണം ഒരുപക്ഷെ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തവരായിരിക്കാം. നമസ്കാരം കൃത്യമായി പള്ളിയിൽ വന്നവരാണ്, ദിക്ർ ചൊല്ലിയവരാണ്, സ്വലാത്തിന്റെ ഹൽക്കയിൽ പങ്കെടുത്തവരാണ്. ഒരിടത്ത് പിഴവുപറ്റിപ്പോയി, സദഖയുടെ വിഷയത്തിൽ മനുഷ്യൻ പിറകോട്ട. അല്ലാഹു നിന്നെ വനിയാക്കിയില്ലേ? ഒരു കാലഘട്ടത്തിൽ 30 വർഷത്തിന് പിറകിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത മനുഷ്യനായിരുന്നു. നിന്റെ ഉപ്പാന്റെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്രയേറെ പ്രയാസത്തിൽ ജീവിച്ചതായ മനുഷ്യനാണ്. ആ പാവപ്പെട്ട മനുഷ്യന്റെ മകനായ മലപ്പുറം ജില്ലക്കാരനായ നിന്നെ അല്ലാഹു നിന്നെ വനിയാക്കിയില്ലേ? ആവശ്യത്തിന് ധനം അല്ലാഹു നൽകിയില്ലേ? പെങ്ങളെ നിന്റെ കൈകാലുകളിൽ അല്ലാഹു സ്വർണം നൽകിയില്ലേ? ദീനിനു വേണ്ടി കൊടുക്കാതെ പിടിച്ചു വച്ചാൽ അവസാനം നീ മരണാശയ്യ വേളയിൽ അസ്റായീൽ വന്നുകൊണ്ട് ആത്മാവിനെ പിടിക്കുന്ന വേളയിൽ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്ന സമയത്ത് വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ എന്നെ ഒന്ന് പിന്തിക്കണേ അല്ലാ, ഫഅസ്സദ്ദഖ, ഞാനൊരു സദഖ ചെയ്തിട്ട് വരാമല്ലാ. പക്ഷെ റൂഹ് നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തിയാൽ 1 സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ സമയത്ത് കിടന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. 5000 കണ്ട് ചോദിച്ചാൽ കൊടുത്തോളാം എന്ന് പറയണ്ട, ഇപ്പൊ കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല നിയ്യത്ത് വെച്ചിട്ട് ആരാ ഉള്ളത്? അല്ലാഹു സ്വീകരിക്കട്ടെ. 4444 3313 ഒക്കെ പറയുന്നവർ വേഗം പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടുപോയ ഉപ്പ, ഉമ്മ, അമ്മായി, ജ്യേഷ്ഠൻ എന്നിവരുടെ പേരിലും കച്ചവടത്തിൽ ബറക്കത്തിന് 6666 അല്ലേ? അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. പുല്ലാട്ടിൽ ഉബൈദ് എന്ന സഹോദരന് ഒരു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ഉബൈദ് എന്ന സഹോദരന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ദുരിതങ്ങളെ തൊട്ട് കാക്കണം റബ്ബേ. വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, ആബിദീങ്ങൾ ചേർക്കണേ റബ്ബേ.
ദുനിയാവിലും ആഖിറത്തിലും സർവ്വവിധ വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവർ രണ്ടാളുകളുടെയും ഖബറിലേക്ക് മകന്റെ ഈ സദഖയുടെ പ്രതിഫലം ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ. മകൻ ഈ സദസ്സിലേക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് 6666 പറഞ്ഞത് അല്ലാഹുവിന്റെ ഖബറിലേക്ക് അതിന്റെ മിസ്ല സവാബിനെ ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ. അത് കാരണമായ ഖബറിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്നെ മറന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് പ്രായം ചെന്ന ഉമ്മയും ഉപ്പയും ഖബറിൽ ആനന്ദിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ ആഖിബത്ത് നന്നാവണം, എന്റെ മകൻ ഹാഫിളാകണം, ആലിമാകണം, എനിക്ക് സാലിഹായ മക്കള് വേണം, എന്റെ ഖബർ ജീവിതം സന്തോഷകരമാകണം എന്നീ ഹൈറായ നിയ്യത്തുകൾ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നൽകി അല്ലാഹു സ്വീകരിക്കട്ടെ. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് ഒന്നിങ്ങോട്ട് പോവാനെ. ഇവിടെ ഈ ഭാഗത്ത് നിൽക്ക്, സെൻട്രൽ നിൽക്ക്, ഇങ്ങോട്ടൊന്നോ സ്ത്രീകളുടെ ഭാഗത്തു നിൽക്ക്. വേഗം അല്ലാഹു സ്വീകരിക്കട്ടെ. കഴിയുന്ന തുക പറഞ്ഞു. നീ അടുത്തൂടെ ഇങ്ങനെ ഒന്ന് പോയാൽ മതി, ഫ്രണ്ട് സഫിലൂടെ. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഓരോരുത്തരും പറയും. കാരണം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് പറയാൻ പ്രയാസമുള്ളവരാണ്. അടുത്തൂടെ പോകുമ്പോ അവരുടെ തുക പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഓ ആ പെൺകുട്ടികളുടെ ഭാഗത്ത് അവിടെ ഇല്ലേ? വളണ്ടിയേഴ്സ് ഇല്ലേ? അവരെ ഇല്ലല്ലോ അവിടെ. ആ ഉമ്മമാരുടെ അടുത്തൂടെ ഇങ്ങനെ ഒന്ന് പോയിക്കേ. മോതിരം ഒരു കൈവച്ചിട്ടുണ്ട്, അതിന് വാങ്ങിച്ചോണ്ട് പോരാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് കഴിയുന്ന തുക നിങ്ങളെ കൊണ്ട് ഓരോരുത്തരും കഴിയുന്ന 3000 കഴിയുന്നവർ അങ്ങനെ, 2000 കഴിയുന്നവർ അങ്ങനെ, 1000 കഴിയുന്നവർ ആ രീതിയിൽ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് കഴിയുന്ന തുക എഴുതും. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. നിങ്ങൾ ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥ എനിക്കറിയില്ല, നിങ്ങൾക്കായിരിക്കും അതിനെ കുറിച്ച് നല്ലതുപോലെ അറിയാം. എന്നാലും ദീനിനു വേണ്ടി കൊടുക്കുക 2000 രൂപ ഇല്ലാത്തവർ എന്തായാലും ഉണ്ടാവൂല. അതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? കാരണം അള്ളാഹു ഇപ്പോൾ നൽകിയതാകുന്ന സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ 2000 രൂപയിൽ കുറവ് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല നിയ്യത്തിൽ കൊടുക്കണം. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ മഹലിനാണ്, വേറെ പുറത്തുള്ള ഒരു മഹലിനും അല്ല. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹുവെ നീ പൂർണ്ണീച്ചു തരണേ അല്ലാ. സർവ്വവിധ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ. പറയുന്നവരുടെ പേര് വരെ കിട്ടണം ഓരോരുത്തരുടെ. വേഗം വേഗം ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അതിനുണ്ടോ? ഉണ്ടവരൊന്ന് കൈ ഉയർത്തിക്ക്. ബിസ്മില്ലാ. സ്ത്രീകളുടെ ഭാഗത്ത് നോക്കിയ, വേഗം നോക്ക്. زر ريح المصطفى وزد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله. എല്ലാരോടും ഇരിക്കുക, ധൃതി കാണിക്കല്ലേ. എല്ലാരോടും ഇരിക്കും. അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ ധൃതി കാണിച്ചില്ലല്ലോ. ഞാൻ 8:15 തുടങ്ങിയതല്ലേ. സമയം ഇപ്പൊ എത്രയായി? അല്ല, ധൃതി കാണിച്ചു? ഒരു ധൃതിയും കാണിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ധൃതി കാണിക്കല്ലേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഹക്കീം എന്ന സഹോദരൻ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. തിരുവേഗപ്പുറയിലുള്ള മാറ്റി കൊടുക്കണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. അല്ലാഹു ഈ കൊടുക്കുന്ന സദഖ കൊണ്ടവർക്ക് ഇരട്ടിയായി നീ പ്രതിഫലം നൽകണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും വ്യതകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. പുന്നാര ഹബീബിനോടുള്ള മഹബ്ബത്ത് നീ ഏറ്റി കൊടുക്കണേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരം കൊണ്ട് ഹൗദുൽ കൗസർ മതിവരോളം നുകരുവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹു സ്വീകരിക്കട്ടെ. സിദ്ദീഖ് ടി പി 2000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ആ സ്ത്രീകളുടെ ഭാഗത്ത് ഒന്ന് വേഗം എഴുതണം. 1000, 500 ഒക്കെ കഴിയുന്ന സഹോദരിമാരുണ്ട്. എല്ലാവരുടെ അടുത്തൂടെ പോട്ടെ. വാളണ്ടിയേഴ്സ് ഒരിടത്ത് തന്നെ ഇരുന്നിട്ട് മൗലൂദ് ചൊല്ലിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വേഗം ഇങ്ങനെ എല്ലാവർക്കും റൗണ്ട് ചെയ്യും. വേഗമായിട്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. നിയ്യത്തുകൾ സാധൂകരിക്കണേ റബ്ബേ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സിദ്ദീഖിന്റെ സദഖയെ നീ കബൂലാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വ വിപത്തുകളിൽ നിന്ന് സലാമത്ത് എന്റെ ഭാര്യയ്ക്കോ എന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കോ ഇത്തരത്തിലുള്ള വിപത്തുകൾ നീ നൽകരുത്.
നിയത്ത് ചെയ്തുകൊണ്ട് സ്വതക്ക കൊടുക്കണേ പ്രിയപ്പെട്ട ഉമ്മ. മടിക്കരുതേ, മടിക്കരുതേ. ലക്ഷക്കണക്ക് രൂപകൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കെട്ടിവെക്കേണ്ട അവസ്ഥ അള്ളാഹു നിനക്ക് നൽകാതിരിക്കാൻ നല്ല നിയത്ത് വെച്ചുകൊണ്ട് കൊടുക്കണേ അള്ളാഹുവേ. സദഖകളെ സ്വീകരിക്കണേ അല്ലാ. യൂസുഫ് സഹോദരൻ 2000 രൂപ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റിക്കൊടുക്കണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുമത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഫൈറൂസ് എന്ന സഹോദരൻ 500 രൂപ. മാഷാ അല്ലാഹ്, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഒരുപാട് പണമോ പവറോ ഉള്ളവരല്ല, നിന്റെ ദീനിനു വേണ്ടി ചോദിക്കുമ്പോ അകമഴിഞ്ഞ് കൊടുക്കുന്നവരാണ്, മനസ്സുള്ളവരാണ്. അല്ലാഹുവരെ നീ സ്വീകരിക്കണേ റബ്ബേ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, നല്ല രീതിയിൽ കൊടുക്ക ഇൻഷാ അല്ലാഹ്. ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റിപ്പോരുതേ, അലസതയാലൊഴിക്കരുതേ. ബിസ്മി ചേർത്തുകൊണ്ട് ലാ ഹൗല എല്ലാ ദിവസവും ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എല്ലാ ദിവസവും ചൊല്ലണം. ചെല്ലൂല ഇൻഷാ അല്ലാഹ്. ചെല്ലിയാൽ എന്ത് കിട്ടും? ഫുലൂസ്, പൈസ, സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ മാറും. ഇന്ന് മുതൽ എല്ലാവരും ചെയ്യാൻ പോകുന്ന ദിക്ർ ഇതായിരിക്കും. നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങരുത് എന്ന് പറഞ്ഞതും വിടും. ഒക്കെയുള്ളത് ഫുലൂസ് കിട്ടും. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ ഇപ്പൊ തന്നെ തുടങ്ങാം. എത്ര കണ്ട് ചൊല്ലുന്നു അത്ര കണ്ട് അനുഗ്രഹമാണ്. ലാ ഹൗല കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിധിയിൽപ്പെട്ട നിധിയാണ് ലാ ഹൗല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ ഉമ്മാടെ വാപ്പ തഴവ ഉസ്താദ് വല്യുപ്പ പഴയ കാലഘട്ടത്തിൽ മലബാർ ദേശത്ത് വാതിന് വന്ന് 10-20 ദിവസം അല്ലെങ്കിൽ 2 മാസമൊക്കെ തുടർച്ചയായി വാത് കഴിയുന്ന സമയത്ത് തിരിച്ചു പോക്കുണ്ടാവൂലല്ലോ. അപ്പൊ ഇങ്ങനെ കത്തെഴുതും. അപ്പൊ കത്തെഴുതുമ്പോഴത്തേക്കും ആ കത്തിൽ കൊടുക്കുന്ന ഉപദേശമാണ്. ആർക്ക്? ഭാര്യയ്ക്ക് കത്തെഴുതുക. ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളായത്. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞു കണ്ടാലും അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോട് കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂൽ തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ടു കൂടിയതാ. അതിൽപ്പെട്ട ഒരു വരിയാണിത്. ഏത്? ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ലാ ഹൗല ചൊല്ലിക്കോ, ജീവിതത്തിൽ സന്തോഷം കിട്ടും കേട്ടോ. ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഉപദേശ നല്ല നിർദ്ദേശങ്ങൾ. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ. ഭാര്യ ഭർത്താവില്ലാത്ത സമയത്ത് വീടിന്റെ കൈകാര്യങ്ങൾ അവളാണ് ചെയ്യേണ്ടത്. കഥകടയ്ക്ക, അത് വൃത്തിക്ക് ഹോൾഡ് ചെയ്യുക. ബിസ്മില്ലി അടയ്ക്കുക. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ സയ്യിദുനാ റസൂലുള്ളാഹി. വീട്ടിലെ ഭരണം ഭാര്യയാണ്. അവൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കഥ കടച്ചിട്ടുണ്ട്. മക്കള് പറയാം അടച്ചുമ്മ എന്ന് പറഞ്ഞാൽ പോരാ, പോയി നോക്കണം. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ കഥകൾ ഇങ്ങനെ ചാരി കിടക്കുന്നത് കാണാം. എന്നാലും അടുത്ത് ചെന്നിട്ട് അതിന്റെ കൊളുത്തു സാക്ഷികൾ ശരിക്ക് വീണ് പിടിച്ചു നോക്കണം. വീണിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയൊക്കെ ഉപദേശം കൊടുത്തിട്ട് അവസാനം പറയുന്നു ലാ ഹൗല ചൊല്ലിൻ, നിന്റെ ജീവിതത്തിൽ രക്ഷയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം റസൂലുള്ളാഹി പഠിപ്പിച്ചതാ ലാ ഹൗല കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിധിയിൽപ്പെട്ട നിധിയാണ് ലാ ഹൗല. അങ്ങനെ ചെല്ലണം. ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അങ്ങനെ ചെല്ലണം.
ഇസ്മി ചേർത്തിട്ട് അതിനോട് വാവോടി ചേർക്കണം. ഭർത്താവ് ഇത്ര മണിക്ക് തിരിച്ചു വരുന്നു ഒക്കെ ലൈവിലൂടെ വിളിച്ച് പറയുക, ഞാനിവിടെ വെറുതെ ഇരിക്കുക, ആരെങ്കിലും വരാനില്ല. അതതിന്റെ അർത്ഥം. ഭർത്താവ് രാവിലെ 8 മണിയാകുമ്പോൾ പോകും കേട്ടോ, രാത്രി 8:30 അയാൾ വരുവുള്ളൂ. മക്കൾ ഇതാ സ്കൂളിൽ പോയിട്ടുണ്ട്, ഇനിയിപ്പോ ഇപ്പോഴും ഉടനെ ഒന്നും വരത്തില്ല. റാഹത്ത് സുഖമാണ്. ആ സമയത്ത് എന്റെ നമ്പറിൽ ബന്ധപ്പെട്ടോ. ഇതാണ് ലോകം. ബ്ലോഗ് ചെയ്യുക, എന്നിട്ട് അതിലൂടെ പൈസ ഫുലൂസ് കണ്ടെത്തുക. ലോകം എവിടെ എത്തിപ്പോയി. അള്ളാഹു നമ്മളെ സാലിഹികൾ ചേർക്കട്ടെ. പറയാനാണെങ്കിൽ ഒരുപാട് പറയണം, നേരം വെളുക്കുന്നത് വരെ പറയാനുണ്ട്, ഉപദേശിക്കാനാണെങ്കിൽ. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹികൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആ ഒട്ടകത്തെ മുൻകടക്കാൻ മദീന മരുഭൂമിയിൽ ഒരൊട്ടകത്തിന് സാധിക്കുന്നത്രേ. അത്രയേ സുബ്ഹാനല്ലാഹ്. ിൽ ആ ജനങ്ങളെ ഇല്ലാതാക്കണേ. സദൂഫി എന്ന മുസ്ലിമത്തായ പെണ്ണ് സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കിക്കൊണ്ട് മോശപ്പെട്ടതാകുന്ന ഒരു ചെറുപ്പക്കാരനിലേക്ക് സ്വന്തം ശരീരം സമർപ്പിക്കുകയാണ്. മിസ്റ്റർ എന്ന ചെറുപ്പക്കാരനിലേക്ക് തന്റെ ശരീരം ഇതാ ഇഴുകിച്ചേർക്കാൻ താല്പര്യപ്പെടുകയാണ്. അവനോട് നിർബന്ധം ചെലുത്തുകയാണ്. അവൻ അതിനു വേണ്ടി റെഡിയാവുകയാണ്. മറ്റൊന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാഫിറത്തായ പെണ്ണ് ഉനൈസത്ത് എന്നാണ് അവളുടെ പേര്. പടുകിഴവിയാണ്. അവള് വിളിച്ചു പറയുകയാണ്, ഈ സാലിഹീനെ ഒട്ടകത്തെ ആര് കൊല നടത്തുന്നോ അവർക്ക് 4 പെണ്ണുകളാണ് എനിക്കുള്ളത്. 4 സ്ത്രീകളാണ്. കാഫിറത്തായ അവള് തന്റെ സമൂഹത്തോട് പറയുകയാണ്, സമൂഹ ഗോത്രക്കാരുടെ മുന്നിൽ നിന്ന് വിളംബരം നടത്തുകയാണ്, ഈ 4 സ്ത്രീകളെ ഞാൻ അവർക്ക് വീഴുകയാണ്. ഓടിച്ചെന്നുകൊണ്ട് ഖുദാർ ബിൻ സാലിഫ് എന്ന മനുഷ്യൻ 4 സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്ന ലക്ഷ്യത്തോടുകൂടി ഉനൈസത്ത് എന്ന കാഫിറത്തെ പെണ്ണിന്റെ വചനം കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. 4 സ്ത്രീകൾക്ക് വേണ്ടി. ഇതാ ലോക ചരിത്രമാണ്. ചരിത്രം പരാജിതനായ മനുഷ്യൻ ഖുദാർ ബിൻ സാലിഫ്. ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ മാസമല്ലേ ജോളി എന്ന പെണ്ണ് 16 വർഷമായിട്ട് ജോളി അടിച്ച കട മുഴുവനും നമ്മൾ കേട്ടത്. തന്റെ ഭർത്താവിനെ കൊല ചെയ്യുകയാണ്. ഭർത്താവിന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുകയാണ്. തന്റെ കുടുംബത്തിൽപ്പെട്ട പലരെയും സ്വത്തിന് വേണ്ടി കൊന്നെടുക്കുകയാണ്. 2 വയസ്സുള്ള അൽഫൈൻ എന്ന പൊന്നുമോന് കൊടുത്ത ബ്രെഡിൽ പോലും സയനൈഡ് തേച്ചുകൊണ്ട് കൊന്നുകളഞ്ഞ ക്രൂരതയുടെ മുഖമല്ലയോ. എവിടെന്നാണ് ഈ കൊലപാതകം വന്നത്? ദുന്യാവിനോടുള്ള താല്പര്യമാണ്, ഈ ഭൗതിക ലോകത്തോടുള്ള താല്പര്യമാണ്. സമൂഹ ഗോത്രത്തിലെ 2 സ്ത്രീകളും അതേപോലെ തന്നെ ചിന്തിച്ചവരാണ്. ഒന്ന് സദൂഫ് എന്ന മുസ്ലിമത്തായ പെണ്ണ് സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കുകയാണ്. ജോളി എന്ന പെണ്ണ് ഭർത്താവിനെ ഒഴിവാക്കിയതുപോലെ ഭർത്താവിന് പ്രിയപ്പെട്ട അനുയായികൾ പരിശിക്കുന്നുണ്ടോ? പരിശുദ്ധരാകുന്ന ദീനിന്റെ കാതലായി ഈ ദീനിനെ സംസാരിച്ചതാകുന്ന സഹാബത്തിന് മാതൃകയായി ദീനിനു വേണ്ടി പ്രബോധന മേഖലയിൽ കർമ്മനിരതരാകുന്നുണ്ടോ? സദഖകൾ നൽകുന്നുണ്ടോ? പാവങ്ങളെ സഹായിക്കുന്നുണ്ടോ? നിരാലംബര കവലമുമാകുന്നുണ്ടോ? ദീനിനു വേണ്ടി സഹായങ്ങൾ കൊടുക്കുന്നുണ്ടോ? പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മദ്രസ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കുടുംബജീവിതം ഭംഗിയാക്കുന്നുണ്ടോ? ഈ ഭൗതിക ലോകത്ത് നിങ്ങളുടെ ജീവിതം അല്ലാഹു എന്ന് കണ്ടറിയാൻ വേണ്ടിയാണ് ഈ പച്ചപ്പരവതാനി വിരിച്ച ഭൂമിയിലേക്ക് അല്ലാഹു നിങ്ങൾ അയച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത് പറഞ്ഞിട്ട് ലോകൈക ഗുരു പഠിപ്പിക്കുകയാണ്. പോയിട്ട് നാട്ടിലേക്ക് കൊണ്ട് വന്ന മനുഷ്യനായിരിക്കും. അവനോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവേ, അയൽവാസിയാകുന്ന ശുക്കൂറിലേക്ക് നോക്ക്, അയൽവാസിയാകുന്നതാകുന്ന ഷമീറിലേക്ക് നോക്ക്. അവൻ മനോഹരമായ ഒരു കാലഘട്ടങ്ങളാവ് പണിതത് കണ്ടില്ലേ? നിങ്ങൾ എത്ര കൊല്ലമായി പോയി കിടക്കുന്നു? ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് വന്ന മനുഷ്യനോട് നിർബന്ധം ചെലുത്തുകയാണ്. ഈ വിസ കൊണ്ട് ഒരു ഗുണവുമില്ല. വീട് ഇതുവരെ കെട്ടാൻ സാധിച്ചിട്ടില്ല, ഇതുവരെ ലോൺ അടച്ച് തീർന്നിട്ടില്ല, ഇതുവരെ എന്റെ കഴുത്തിൽ മനോഹരമായ ഒരു മാലയുടെ സൗഭാഗ്യം കിട്ടിയില്ല. ഭാര്യ പറയുകയാണ്, ഉമ്മ പറയുകയാണ്, ഒരു അലിക്കത്ത് പൊന്നുമോനെ ഇന്ന് വരെ നീ വാങ്ങിച്ചു തന്നിട്ടില്ല. മനോഹരമായ ഒരു സ്വർണത്തിന്റെ പാദസരം എത്ര വർഷമായി ഞാൻ കൊതിക്കുന്നു, ഇതുവരെ എന്റെ കാലിൽ അണിയാൻ സാധിച്ചിട്ടില്ല. മകൾക്കൊരരിഞ്ഞാണം പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വിസയൊന്ന്
ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു വിസ നോക്കണേ. പ്രവാസിയായ പാവപ്പെട്ടതാകുന്ന ഭർത്താവ് പ്രവാസിയായ പാവപ്പെട്ടതാകുന്ന മകനെ നിർബന്ധം ചെലുത്തുകയാണ് ഹറാമായ തരത്തിലേക്ക്. ഏത് ഹറാമായ മേഖലയിൽ പോയിട്ടായിരുന്നാലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടണമെന്നുള്ള ചിന്ത അവന്റെ മനസ്സിന്റെ അകത്തളത്തിലേക്ക് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാതാപിതാക്കൾ കാരണമായി നരകത്തിലേക്ക് കടക്കുന്ന മക്കള് ഏത് രീതിയിലാണ് എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ റസൂലുള്ള പറയുകയാണ്, ഹറാമ് സമ്പാദിക്കുന്നതിന്റെ മേൽ മാതാപിതാക്കളും കുടുംബാദികളും നിർബന്ധിക്കുമത്രേ. ഈ ദുനിയാവിന്റെ അതിപ്രസരത്താൽ സ്ത്രീകളുടെ നിർബന്ധ കാരണമായി കുടുംബത്തിന്റെ നിർബന്ധ കാരണമായി ഹറാം ഒരുമിച്ച് കൂട്ടുമത്രേ. പലിശയുമായിട്ടുള്ള ബന്ധപ്പെടൽ നടത്തുകയാണ്. ഹറാമായ മേഖലയിലേക്ക് അവൻ തിരിയുകയാണ്. അത് കാരണമായി നരകത്തിന്റെ കവാടങ്ങൾ അവന്റെ മുന്നേ മലർക്കെ തുറക്കപ്പെടുകയാണ്. അവരെ നരക കൊണ്ടാരത്തിലേക്ക് അറിയപ്പെടുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് റസൂലുള്ള പഠിപ്പിച്ചതാണ്. ദുനിയാവിനെ ശ്രദ്ധിക്കണേ. ആ ദുനിയാവിന്റെ പുറകെ പോകും സ്ത്രീകൾ. അവരെ ഒന്ന് ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ. അവർക്ക് ആത്മീയ അറിവുകൾ കൊടുക്കണേ. അവരെ വാഴ് കേൾപ്പിക്കണേ. ദീനീ സ്ഥാപനങ്ങളിലേക്ക് വിടണേ. മതബോധവും മതനിഷ്ഠയുമുള്ളവരാക്കണേ. മദ്രസാ തലത്തിലേക്ക് വിടണേ. ദുനിയാവിനെ ഒന്ന് ശ്രദ്ധിക്കണേ, സ്ത്രീകളെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 2 സ്ത്രീകളുടെ വാക്ക് കേട്ടുകൊണ്ട് ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തതായ സമൂഹത്തെ അതാ സാലിഹ് നബി അലൈഹിസ്സലാം അവരിലേക്ക് നിന്നുകൊണ്ട് പറയുകയാണ്, വലിയ വലിയ പർവ്വതങ്ങൾ തുരന്നിട്ട് അതിനുള്ളിൽ അധിവസിച്ചവരെ സുഖിമാന്മാരായി കഴിഞ്ഞുകൂടിയ സമൂഹമേ, നിങ്ങൾക്ക് 3 ദിവസം കൂടിയേ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ മരണമാണ്, എന്നേക്കുമായി ശാശ്വതമായ മരണമാ. അവർ അത് ചെവിക്കൊണ്ടില്ല. ആ വചനങ്ങളെ കളവാക്കി സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ വാക്കുകളെ കാറ്റിൽ പറത്തി അവർ സുഖത്തോടു കൂടി ജീവിക്കവേ 1 ദിവസം കഴിഞ്ഞ് 1ാമത്തെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോ അവരുടെ മുഖം മുഴുവൻ മഞ്ഞ നിറമാവുകയാണ്. 2ാമത്തെ പ്രഭാതത്തിലേക്ക് ആ നാട്ടുകാർ വന്നപ്പോ 5000-ഓളം വരുന്ന സമൂഹ ഗോത്രക്കാർ അവരുടെ ഖുദാറബിന് സാലിഫ് എന്ന മനുഷ്യനും മിസ്ത എന്ന ചെറുപ്പക്കാരനും ചെയ്ത ചെയ്തിയിൽ മേൽ സർവരും അംഗീകാരം നൽകിയതിന്റെ പേരിൽ എല്ലാവരുടെയും മുഖം മുഴുവൻ ചുവപ്പ് നിറമാവുകയാണ്. ശിക്ഷ ഇറങ്ങുകയാണ്. ശിക്ഷയുടെ മേൽ സർവരും ഇതാ വ്യാപരാകുകയാണ്. 3ാമത്തെ പ്രഭാതത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ അവരുടെ മുഖം മുഴുവൻ കറുത്ത് കരിവാളിച്ചു അത്രേ. അദാബ് ഇറങ്ങുകയാണ്. നസലൽ അമീർ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒരൊറ്റ അട്ടഹാസം നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ അതാണ് ലോകരെ പഠിപ്പിക്കുന്നത്. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവാഹാ വലാ യഖാഫു ഉഖ്ബാഹാ. 5000-ഓളം വരുന്ന സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞുവത്രേ. 2 സ്ത്രീകളുടെ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചു ഒട്ടകത്തെ കൊന്നുകളഞ്ഞതായ മിസ്തഇന്റെയും ഖുദാറബിന് സാലിഫിന്റെയും പ്രവർത്തനം കൊണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ഇത്രയേറെ ചരിത്ര പശ്ചാത്തലമുള്ള സാലിഹ് നബി അലൈഹിസ്സലാമിന് പോലും അല്ലാഹു അയച്ചത് വഇലാ സമൂദ അഖാഹും സാലിഹാ. സാലിഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചത് സമൂദ് എന്ന ഗോത്രത്തിലേക്ക് മാത്രമാണ്. നമ്മുടെ വിഷയം സാലിഹ് നബിയുടെ ചരിത്രം പറയലല്ല, പാട്ട് വെച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കുക, മക്കൾക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കുക. 2 ലക്ഷം രൂപ അടുത്ത ചെലവ് വരുള്ളൂ മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ്. ചീത്തിടുന്ന ഉൾപ്പെടെ